heading to Alleppey from Changashwari. Famous NSS college is on our left side, where Shiny has studied. Yeah, this is college. അതെ അതെ. ഈ ഷോർട്ട് കട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും അതോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ബൈപ്പാസ് റോഡ് ചെന്നിട്ട് ഇച്ചിരൊക്കെ മാറ്റം ഒരു പെയിന്റ് ഒക്കെ ചെയ്തതേ ഉള്ളൂ. പക്ഷെ ആ മതിലൊക്കെ അത് തന്നെയാ അല്ലേ? അല്ല ഒരു ഗ്രില്ല് വന്നു മുകളിൽ. റോഡിന് ഇത്രയും വീതി കൂടിയിട്ട് മതിലെ തൊട്ടില്ലല്ലേ? അതെ അതെ. എല്ലാ മുഖ്യമന്ത്രിമാരും വരുന്ന ഒരു സ്ഥലമാണ്. See, we are turning right now to Kidangara. ഇത് പുതിയ പണിത റോഡല്ലേ? പണി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. നമുക്ക് ഇടയ്ക്ക് സ്ട്രെച്ച് ഉണ്ടോ? പ്രോബ്ലം ഇല്ല. പ്രശ്നമില്ല. നേരത്തെ ഭയങ്കര പ്രശ്നം ആയിരുന്നു. ഒരുപാട് സമയം ബ്ലോക്കായി. അതെ അതെ. ചേട്ടൻ്റെ വീട് എവിടെയായിട്ടാ? അറിയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവിടെ, സോമൻ എന്നാ പേര്, സോമൻ കുറുപ്പ്. പുള്ളിക്കാരൻ മിലിറ്ററി സെക്ഷനിലൊക്കെ എഞ്ചിനീയർ ആയിരുന്നു. സോമൻ പൊക്കം കുറഞ്ഞ മനസ്സിലായോ? എൻ്റെ ഇവിടെ പഠിച്ചതാ. മിടുക്കൻ, ആള് ഭയങ്കര മിടുക്കനായിരുന്നു. അത് തന്നെ. പിള്ളേരുടെ ആയിരിക്കും പോകണം എനിക്ക്. പക്ഷേ ഇന്നിപ്പോൾ സമയമില്ല. ഉദ്ദേശിച്ച ആൾ തന്നെ. അവരുടെ ഫാദറിനെ എനിക്കറിയാം. വാങ്ങിച്ചതല്ലേ? അത് തന്നെ. അത് ശരിയാ. കറുകച്ചാല. ഞങ്ങൾ കറുകച്ചാല വരാം. പക്ഷെ ഞങ്ങളിപ്പോൾ ഇച്ചിരി പുറത്താണ്. എറണാകുളത്തൊക്കെ ഇച്ചിരി കൂടുതൽ സമയം താമസിക്കുന്നത്. ഇത് പുള്ളിപ്പത്തിന് ഞാൻ എന്നും പോയി പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലമല്ലായിരുന്നു. കൊള്ളാം. ഈ കിടങ്ങറ അന്നൊക്കെ കടത്ത് കടന്നാ പോകുന്നത്. ചങ്കടത്തെ കയറിയാ 3 കടത്ത്. രാവിലെ ആലപ്പുഴ പോയാൽ 4 മണിയാകും. ഈ 3 ജങ്കാറ് കയറുക. അതൊക്കെ പെങ്കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ 5 മണിക്കും 4 മണിക്കും എഴുന്നേറ്റാ കോളേജ് വരുന്നത്. ആണോ? കയറത്തുമില്ല. ഇപ്പൊ ഒരു പാലം കയറും. അവിടെ കല്യാണം രാവിലെ എത്ര മണിക്ക് വരും സ്റ്റാൻഡില്? ഞാൻ 6:30 എത്തും. രാവിലെ 6:40 രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. 1 മണിക്കൂർ നടപ്പ്. അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ്. അത് ശരി. വൈകിട്ട് 5 മണി 5:30 വരെ കുളിയാ. വൈകിട്ടത്തെ സർവീസ് രാത്രിയിലില്ല. സർവീസ് പരിചയമുള്ള ഓട്ടമാണല്ലേ പോവുള്ളൂ. ഇവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ വല്ലോ ദൂരെ വന്ന് വല്ല പൊതിയൊക്കെ ആയിട്ട് വന്ന് കയറി പോയി നമ്മൾ പോയിട്ട് പോകും. അത് പണ്ട് കാലം മുതലുള്ള ഒരു പ്രശ്നമാണ്. 86 വണ്ടി ഓടിക്കുന്നു. 86. അതെ അതെ. അത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതെ ഉള്ളത് മതി. കൂടുതൽ പോയാൽ പ്രശ്നം. ഓട്ടോ ഉണ്ടോ? എനിക്ക് ന്യായമായിട്ട് ഓട്ടോ ഉണ്ട്. സ്ഥിരം കുറച്ച് ഓട്ടങ്ങളുണ്ട്. എങ്ങനെയുള്ളവരാ ഇപ്പൊ ഈ ടാക്സി വിളിക്കുന്നത്? ബേസിക്കലി കല്യാണമൊക്കെ ആണോ? അതോ കല്യാണമല്ല, നമുക്ക് എയർപോർട്ടിൽ നിന്ന് വിദേശത്തു നിന്നൊക്കെ വരുന്നവരെ കൊണ്ട് പല പരിപാടികളൊക്കെ. ഓക്കെ ഇങ്ങോട്ടൊക്കെ പോവുക. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഒരു ഓട്ടം, നമുക്കന്നൊരു ഓട്ടം ഉണ്ട്. അവര് വേറെ വണ്ടി വിടാന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ സഹകരിക്കുന്നതിൽ വേറൊരു വണ്ടി വിട്ടാൽ നിൽക്കുന്നത്. അത് തന്നെ. നമ്മള് വേറെ ഓട്ടം ഉണ്ടെങ്കിൽ വണ്ടി പറഞ്ഞു വിടും. മനസ്സിലായി. അപ്പൊ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ.
അവരുടെ ഇഷ്ടം അനുസരിച്ച് ഒരാൾ വണ്ടി വിളിക്കാന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന്, അതെ അതെ നമ്മുടെ ആവശ്യമല്ല. അതെ അവരുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ അവരുമായിട്ട് സഹകരിച്ച് പോരുക എന്നുള്ള അതിന്റെ അതെ അതെ അത് വിജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ഒരിടത്ത് കയറിയിട്ട് എളുപ്പം ഇറങ്ങണം. അതെ അതെ ഓട്ടോക്കാർ പറയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ അതെ ജസ്റ്റ് നമുക്ക് വേറെ ഓട്ടോ ഉണ്ടെങ്കിൽ സാറേ വിളിക്കും, ഉണ്ട് ഞാനത് അറേഞ്ച് ചെയ്തിട്ട് വന്നോളാം. അതെ അതെ അതെ. അല്ല ഇതെല്ലാം കസ്റ്റമർ റിലേഷൻ ആണല്ലോ. അവരും നല്ല ഹോട്ടായിട്ടായിരിക്കും, അവരുടെയും ആവശ്യങ്ങൾ പലതായിരിക്കും എന്ന് വെച്ചു അതിനിടയ്ക്ക്. അതെ അതെ. അവിടുന്ന് വെളിയിൽ നിന്ന് വരുന്നവർ ചിലപ്പോൾ ഒരു പെൺകുട്ടി മാത്രമേ കാണത്തില്ല, അർദ്ധരാത്രിക്കായിരിക്കും. പോലും ആരും വരത്തില്ല. എന്നോട് പറയും ബോബി എന്നെ ചെല്ലുക, വരാൻ പറയും. അത് തന്നെ അത്ര വിശ്വാസം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം. അതെ അതെ. അല്ല ഈ റോഡ് വെള്ളം കയറുമോ എല്ലാ വർഷവും? 2018 ഈ പോസ്റ്റിന്റെ മേളിലാണ് വെള്ളം. അയ്യോ ഇവിടെ ഞാൻ അതിനുവേണ്ടി കുറെ ഓടിയതായി വെള്ളത്തിനകത്ത്. പടിഞ്ഞാറുള്ളവരെ മുഴുവൻ ഈ ടോറസെല്ലാം ഉണ്ട് അവിടെ. അയ്യോ ശരി ശരി. റിസോർട്ടിന്റെ അപ്പുറത്താണ്. മനസ്സിലായി മനസ്സിലായി. എനിക്കിപ്പോഴും മറക്കാൻ പറ്റിയല്ല. ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഫയർഫോഴ്സുകാർ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ ആദ്യം ഓടിച്ചത്. ശരി. ഈ പാലാത്ര കൺസ്ട്രക്ഷൻകാരുടെ ടോറസ് മൊത്തം ഇറക്കിയത്. മനസ്സിലായി. അതിനകത്ത് അവരുടെ 7 എണ്ണത്തിനകത്ത് ഇഞ്ചിനകത്ത് വെള്ളം കയറി. അവരുടെ വണ്ടിയാണ് ഈ പോകുന്നത്. ശരി. പാലാത്ര കമ്പനിക്കാർ ശരി. 7 വണ്ടി വെള്ളം കയറി. ഓരോ ലക്ഷം രൂപ അവർക്ക് നഷ്ടമാണ്. മനസ്സിലായി മനസ്സിലായി. പിന്നെ അതിന്റെ ഓട്ടോ ഒരു ഇത് തീരുന്ന ഒരു 2 ആഴ്ച റവന്യൂ വകുപ്പിൽ നിന്ന് ഓട്ടോ ഉണ്ടായിരുന്നു. അത് ഞാനിവിടുത്തെ മജിസ്ട്രേറ്റിനെയും കൊണ്ടായിരുന്നു എനിക്ക് ഓട്ടോ. ശരി. കോടതിയിൽ അവരെല്ലാം ആക്റ്റീവ് ആയിരുന്നു അല്ലേ? എല്ലാവരും ആക്റ്റീവ് ആണ്. പിന്നെ എന്നാ സാറേ ഇതിനകത്തുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൈസ അടിച്ചു. ഓൾറെഡി ഫണ്ട് ഉണ്ടല്ലോ. നിവാരണം എന്ന് പറയുന്ന അതിന് ഇത് വേണ്ട, അതിന് പ്രത്യേക ഫണ്ട് ഉണ്ട്. കോടി കിടപ്പുണ്ട്. അതിന് ചോദ്യമൊന്നുമില്ല. എത്ര രൂപ മുടക്കി എന്നെ എഴുതി രസീത് ഒന്നുമില്ല. കോടികൾ ഓരോരുത്തന്മാരടിച്ചു. പാർട്ടിക്കാർക്ക് കൂടുതലായിട്ട് എല്ലാവരും. അതായത് ഈ ഡ്രസ്സ് ഓരോ കമ്പനികൾ സ്പോൺസർ ചെയ്ത് പിന്നെ ഓഡിറ്റോറിയത്തിനകത്താണ് ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യും. ഇതിനകത്ത് മുഴുവൻ സാധനം കയറ്റി വെച്ചുകൊണ്ട് ഓരോ ക്യാമ്പിൽ പോകും. പിള്ളേർക്കൊന്നും ബിസ്ക്കറ്റും വേണ്ട, ആഹാരവും വേണ്ട. അതുപോലെ ഇത് ആദ്യത്തെ പാലം. ഇത് പമ്പാണോ? ഇത് ഈ നദി ഏതാ? ഇത് നദിയല്ല സാറേ, അത് ഈ മണ്ണെടുത്താണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശരി. റോഡ് പാലം. ഇത് മുട്ടാറ് പോകുന്ന വഴി. അത് ശരി. ഇവിടെയും പാലം വന്നു. അവിടെ പാലം വന്നു. മറ്റേ ഇതിന് അടിയിൽ കൂടെ പോകും. ഈ തോട്ടിലെ മണ്ണാണ് ചെള്ളയായി റോഡ്. അതായത് ഇരുത്തി പോകും. അതെ അതെ അതെ. ഒത്തിരി മാറ്റം വരുന്നു കേട്ടോ. ഇച്ചിരിയുടെ വീതി ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ പുതിയ പണി വന്നപ്പം വീതി കുറഞ്ഞു. അവരത് വാക്കിംഗ് പേയ്മെന്റ്. ഇത്രയും വീതിക്ക് ഫുട്പാത്ത് വേണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫുട്പാത്തിന്റെ ആവശ്യമൊന്നുമില്ല. റോഡ് അത്രയും കൂടെ വീതി കൊടുക്കായിരുന്നു. ഓട്ടയ്ക്കൊക്കെ ചെയ്യാൻ കണ്ടില്ലേ പ്രയാസം വരില്ല. ഒരു വണ്ടി നമുക്ക് ഇപ്പൊ യൂട്ടേൺ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എടുക്കാൻ പാടില്ല. ഇന്ന് ബുധനാഴ്ച അല്ലേ? ഇന്ന് ബുധനാഴ്ച. നല്ല വികസനമായി, നല്ല സ്ഥലമായി. ഞങ്ങളത് എത്തല്ലൊരു കുറച്ച് നാള് താമസിച്ചു. അമ്പലത്തിനടുത്ത്. അത് നല്ല കോട്ടയം കോഴഞ്ചേരി റോഡും ഉണ്ട്, കാഞ്ഞിരപ്പള്ളി റോഡും അതുപോലെ വരുന്നുണ്ട്. ആ റോഡ് ഇപ്പം 4 വരെയോ 5 വരെയോ ആകാൻ പോവാ. മധുര വരെ അത് അതിന്റെ ഉടനെ തുടങ്ങുക. അതായത് ഇവിടുന്ന് ഒരു റോഡ് വരുന്നുണ്ട്. ഈ റോഡ് വീണ്ടും ഇനി വീതി കൂട്ടും. ശരി. ഈ റോഡ് ഡിണ്ടിക്കലോ മധുര റോഡ് മധുരയായിട്ട് വരുന്നുണ്ട്. കമ്പം തേനി എല്ലാം അതുമായിട്ട് ടച്ച് ചെയ്ത് പോകും. തമിഴ്നാട്ടിലൊക്കെ പോകും. ഓട്ടോ ഉണ്ടോ? പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ പോകും. പക്ഷെ ഞാൻ അവിടെ ഈ പിന്നെ കറങ്ങിയുള്ള ഓട്ടോ എടുക്കല്. എനിക്ക് അവിടുത്തെ ആഹാരം പിടിക്കുന്നു. ആഹാരത്തില് വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം ഞാൻ വലിച്ചു വരെയുള്ള കഴിപ്പൊന്നുമില്ല. ഇതുവരെ എനിക്ക് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല. വെരി ഗുഡ്. അവിടെ ചെന്ന് കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേ ബുദ്ധിമുട്ടാ. പെട്ടെന്ന് ബുദ്ധിമുട്ടാ. ഈ തമിഴന്മാരുടെ ഉള്ള ഈ പരിപ്പും ഇത് കിഴങ്ങും. അതെ അതെ. എവിടെ നോക്കിയാലും അതെ. ഒരു രസം ഒഴിക്കും.
പിന്നെ ഇച്ചിരി ചമ്മന്തിയും തൈരും അതെ. രസവും വീട്ടിലുണ്ടാക്കി അതായത് അതെ അതെ. മക്കളൊക്കെ എത്തിട്ടായി? എനിക്ക് 2 പേര്, ഒരു മകള് മൂത്തത്, മോൻ രണ്ടാമത്. 2 പേരും ഡിഗ്രി PG ആണ്. PG. ഒരു കമ്പ്യൂട്ടർ ഇതെല്ലാം. മോനും ഭാര്യയും കുഞ്ഞും അവർ ബഹറില്ല. ഭാര്യയും കുഞ്ഞും ബഹറില്ല. കുടുംബമായിട്ട് ബഹറില്ല, പനാമ. ഇപ്പൊ അവിടെ 10-12 കൊല്ലമായി. മകള് അവിടെ ആയിരുന്നു. കണ്ണൂരാ കെട്ടിച്ചിരിക്കുന്നത്. കണ്ണൂര്. അതെവിടെയായിട്ട്? ശ്രീകണ്ഠാപുരം. ഇരുട്ടി പേരാവൂര്. നമ്മുടെ KC ജോസഫ് MLA-യുടെ വീട്ടിലെ ഉണ്ടാക്കിയ ഓർമ്മിച്ചായി. ഇച്ചിരി ഹൈറ്റ് ഒക്കെ കൂട്ടിയല്ലേ? പണ്ട് ഈ മങ്കൊമ്പ് പാലത്തിൽ ഒരു മനുഷ്യനെ തല വെട്ടി വെച്ചിരുന്നില്ല. ഒരു RSS ഫൈറ്റ് പാർട്ടിക്കാരും കൂടെ എന്ത് വണ്ടിയല്ലേ രാവിലെ ഒരുത്തിന്റെ തല ഇതേ വെക്കുമ്പോ മറ്റേ പാലത്തെ അയ്യോ, ഞാൻ ഒരു ദിവസം രാവിലെ ഇവിടെ വെളുപ്പിന് ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് ഈ IT പഠിപ്പിക്കണമായിരുന്നേ. ഞാൻ വരുമ്പം ആൾക്കാരെല്ലാം കൂടി നിൽക്കുക. അയ്യോ, അന്നേരം ഇപ്പം കണ്ടതേ ഉള്ളു ആൾക്കാർ രാവിലെ നേരം വെളുപ്പ്. ഓക്കെ, വേറൊന്നും കൂടെ പണിയാം. വെരി ഗുഡ്. എങ്ങനെയുണ്ട്? ഒറ്റവാക്കി പറഞ്ഞ പിണറായി വിജയൻ നല്ല മനുഷ്യനാണോ? അത് ഇപ്പത്തെ 100 കോടി രൂപ മുടക്കിയ ഈ യാത്ര നടത്തുന്നത്. ഇത്രയും മനുഷ്യനെ കഷ്ടപ്പെട്ട സെക്രട്ടേറിയറ്റിന്റെ അതൊക്കെ കിട്ടുന്ന എത്രയോ മാസം, 3 മാസം, അതൊക്കെ ഒരു 1000 രൂപ എന്തേലും കൊടുത്ത് പറഞ്ഞു വിടാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും സാർ, പേടിയാണ്. ഒന്നുമില്ലായിരിക്കുന്ന നല്ല സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി കിടന്നു. അതെ അതെ. അല്ല, എന്നത് അവരെല്ലാം അവസരവാദികളാണ്. നമ്മളിപ്പോ ഒരുമാതിരി ഇതായിട്ട് ജീവിക്കുന്നവർക്കൊന്നും ഇത് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ കച്ചറയായിട്ടൊക്കെ അവരുടെ കൂടെ നടന്ന അടിയും പിടിയും വെട്ടും തരിയുടെ വെട്ടീരും ചോദിക്കുന്ന കാശ് മേടിച്ച് കൊടുക്കും. ഒത്തിരി ബോട്ട് കിടക്കുന്നല്ലേ ഇവിടെ? ഇത് ഇവരുടെ സർവീസ്. ഇത് ഈ മുത്തൂറ്റ് ഗ്രൂപ്പുകാരുടെ ഇവിടെയാണ് ആ മുത്തൂറ്റ് പോള് മരിച്ചത്. ഇവിടുന്ന് വന്ന് കയറി പിടിച്ചിട്ട് പോയിട്ടാണ് അപ്പുറത്തിട്ടാ കുത്തി. ഞാൻ അന്നേരം എയർപോർട്ട് പോയിട്ട് കാലി വിട്ടി. അപ്പൊ ഉമ്മൻചാണ്ടി സാർ അവിടെ നിൽക്കുന്നു. അയ്യോ, എന്റെ അമ്മ. ഇവിടെ മകള് എന്ത് വരാണ്ടായിരുന്നു. റൈറ്റ്. അവർ ആദ്യം മോളെ കെട്ടിച്ചു. പക്ഷെ പിന്നീട് അതിന്റെ യഥാർത്ഥ പ്രതികളൊന്നും അല്ല, അവന്മാര് കൂലിക്ക് ഏറ്റതാ. ഇവര് വീട്ടുകാര് തന്നെ ചെയ്യിപ്പിച്ചാന്നൊക്കെ പറയുന്നത്. മുത്തൂറ്റുകാരുടെ മാത്രമാണ് ആ ബോട്ടുകളെല്ലാം. അവരുടെ പിന്നെ കൂടുതലും മറ്റേ പ്രൈവറ്റ് പാർട്ടികളുടെ ഉണ്ട്. എല്ലാം ഫോറിൻ ഇവിടെ ഇട്ടാ കുത്തിക്കൊല്ലുന്നുണ്ട്. ആ ബൈക്കിൽ അതിവിടെ ഒരു മതിലുണ്ട്. ആ മതിലെ ചാരി നിർത്തിയാ കുത്തിയത്. ആ പയ്യൻ വന്ന് പെട്ടുപോയെന്ന് പറഞ്ഞാൽ അല്ല, ഭയങ്കര ദൂർത്താ പുള്ളി. ആ ലെവലിലുള്ള വരുമാനമല്ലേ അവർക്ക് കിട്ടുന്നത്. ദിവസം പുള്ളിക്ക് ലക്ഷങ്ങൾ പോരാ. അതായത് ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് കയറിയ ബാംഗ്ലൂർ ചെല്ലുമ്പോ നേരെ തിരുവനന്തപുരത്ത് നേരെ എടുപ്പാശ്ശേരി. ഒരുപാട് ബിസിനസ്. എന്നാ പറയാ, പിള്ളേരല്ലേ ഇവനോ. ആ ലെവലിലുള്ള ടീമിന്റെ തിങ്കിങ് എല്ലാം വേറെയാണല്ലോ. ഈ സംഭവം നടക്കുമ്പോ വണ്ടിയെ 2 ഫിലിപ്സ് സ്റ്റാർ ഉണ്ടായിരുന്നു പറയുന്നു. പിന്നെ മനുഷ്യര് മരിച്ചു കഴിയുമ്പോ അവർക്കൊരു ആഘോഷമാണ്. അത് തന്നെ. എന്ത് പറഞ്ഞാലും മനുഷ്യൻ വിശ്വസിക്കുക രക്ഷയുള്ളൂ. കാരണം ഒരു മുതലാളിയുടെ മോൻ പോയി. ഇപ്പോൾ ഇന്നലെ ആ കോട്ടയത്ത് അവരെ കെട്ടിട്ട് പിന്നെ ഇറക്കാൻ നോക്കുന്നില്ല. അവർ യാത്രക്കാരല്ലേ, വേണ്ട കാര്യം കാണിച്ചു. പിന്നെ ഓരോരുത്തർ വർഷം പുള്ളി കേട്ടേണ്ടി ഒരു ഓട്ടം പോയെന്നുള്ള രീതിയില്ല പുള്ളി ഇരിക്കുന്നു. ഇപ്പം ഞാൻ നടക്കത്തില്ലല്ലോ ഈ റോഡ് ക്രോസ്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെ. വന്നതിന് താങ്ക് യു കേട്ടോ. സ്റ്റാൻഡിൽ കിടക്കുന്നവരെ വിളിക്കണമെന്നോ എന്തായി പറയുന്നേ മനസ്സിലാവും. ഓ സാരല്ലേ, വിട്ടുകളയടി പോട്ടെ. അതെ, അവരുടെ ടെറിട്ടറി. യൂനോ ഇങ്ങനെ അഡീഷണൽ എടുത്തെന്നാ വെള്ളം പൊങ്ങുമ്പോ ഈ കനാലൊക്കെ മുങ്ങുവോ ഇല്ലേ?
ആശുപത്രി, ജനറൽ ആശുപത്രിയുടെ എതിർവശം ഇരുമ്പ് പാലത്തിൻ്റെ അവിടെ വരാനോ? ആ ഓക്കെ. ഇരുമ്പ് പാലം എവിടെ? ആ ഓക്കെ. അവിടെ വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞായിരുന്നേ. എന്നിട്ട് അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞാൽ അവിടെ ഉണ്ടെന്നോ? അതോ കൊട്ടാരം പാലം വരെ പോകണം. ഓക്കെ. കൊട്ടാരപ്പാലം എന്ന് പറയാൻ കാര്യം ഇവിടെ വല്ല കൊട്ടാരം ഉണ്ടോ? പഴയ രാജകൊട്ടാരോ? ഇവിടെ എല്ലാം പാലം ചേർത്താ എല്ലാം പറയുന്നു തോന്നുന്നു. അന്ന് എല്ലാം ആലപ്പുഴയല്ലേ? ഈ ബസ് അങ്ങോട്ട് എറണാകുളം പോകുന്ന റൂട്ടാണോ? കൊട്ടാരപ്പാലത്തെ വന്നിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞു. ഓക്കെ ഓക്കെ. എറണാകുളം മോഡലാണ് ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും അതിലും പുന്നമടയാണ്. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചുമക്കേണ്ട ഗതികേടുണ്ടോ? അവർ വഴി വെച്ച് വന്നാ തട്ടിപ്പോയി. KL 10 തിരുവനന്തപുരം കണ്ടാണ്. ഓ കേബിളും ലൈനും ചോദിച്ച
ജീവിച്ച ആശാന്മാരാണ്. വേറൊരു വണ്ടി വന്നാൽ ഇത് പെട്ടുപോകല്ലോ. വൺ വേ വേറൊരു വണ്ടി വന്നാലേ അത് പെട്ടുപോകും. ഇവിടെ നിന്ന് തിരിച്ച് വണ്ടി കിട്ടുമോ ആർക്കും. പിള്ളേർ ഒതുക്കിയ സൈഡ് ഒതുക്കിയതാണോ? വാ സൂപ്പർ കിങ്സ്, സൂപ്പർ കിങ്സ്. ആദിത്യ ബേക്കേഴ്സ്. ഓക്കെ.